This call is now being. ഈ തോട്ട് കഴിഞ്ഞിട്ടാണ് ആക്ഷൻ സോങ് കഴിഞ്ഞിട്ടാണ് തോട്ട്. ഫസ്റ്റ് തോട്ടല്ലേ വരിക? അപ്പൊ അത് പറയായിരിക്കല്ലേ, സൈനിങ് കൊടുക്കണ ആള് പറയായിരിക്കല്ലേ ഇന്ന ആള് ആക്ഷൻ സോങ് എന്നും പറഞ്ഞോണ്ട്. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. കുറച്ച് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്? Good afternoon, ma'am. Hey, ma'am. ഓക്കെ, ഇന്ന് പ്രേയർ ആരാ? ഞാനാണ് മാം, രമ്യ തോമസ്. തുടങ്ങട്ടെ? സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, പ്രാർത്ഥന കേട്ടി ഞങ്ങളുടെ യാചനയ്ക്കുത്തരം നൽകണമേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, പ്രാർത്ഥന കേട്ടി ഞങ്ങളുടെ യാചനയ്ക്കുത്തരം നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു മഹത്വം പോദയവാൻ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു മഹത്വം പോദയവാൻ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നേ, പ്രാർത്ഥന കേട്ടി യാചനയ്ക്കുത്തരം നൽകണമേ. താങ്ക് യു മാം. ഞാനാ സൈനിങ്? ഞാനാ മിസ്സേ, പറഞ്ഞോട്ടെ? പറഞ്ഞോ പ്രിയ. Good afternoon, ma'am. Good afternoon, my dear friends. I am Priya. I welcome you all to today's class session. Firstly, I welcome our teacher, Milrose ma'am. I hope today's class will be a great experience to all of us. Next, I would like to welcome Sapna to present today's thought. Thank you and have a nice day. I'm Shabna. Good afternoon to all. Thought പറയാം. If you give up Thanks to all. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് എന്തെങ്കിലും? ആക്ഷൻ സോങ് ഉണ്ട് മിസ്, ഞാനാ ലിഞ്ചു. പാടിക്കോളൂ കേട്ടോ. ഓക്കെ. Five little finger clap clap clap,
4 little finger, butterfly, butterfly. 3 little finger, okay, okay. 2 little finger, peace, peace. 1 little finger, shh, shh, shh. Thank you, Miss. അടിപ്പനായാലും നന്നായിട്ട് ചെയ്തു കേട്ടോ ലിങ്കു. Thank you. ഓക്കെ. ആക്ഷൻ സോങ് ഒക്കെ ചെയ്യുമ്പോ എല്ലാവരും ഇതുപോലെ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. സൈൻ ഇൻ ചെയ്യുമ്പോഴും ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്യണം കേട്ടോ. ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? നന്നായിട്ട് ചെയ്തല്ലേ ലിങ്കു? ഓക്കെ. എനിക്ക് ചമ്മല മിസ്സേ. ഒരു ചമ്മലിന്റെ ആവശ്യമില്ല. നമ്മൾ പഠിപ്പിക്കാൻ നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ, കുഞ്ഞു കുട്ടികളല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മളുടെ പോലെ തന്നെയുള്ള മക്കളെയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ചമ്മലിന്റെ ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ വന്നിരിക്കുന്നത്. എല്ലാവരും ചെയ്യില്ലേ ഓരോ കാര്യങ്ങളും? ഓരോ ദിവസവും ആക്ഷൻ സോങ് ലിങ്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ഇടയിൽ എല്ലാവരും ചെയ്യില്ലേ? ചമ്മലൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ചമ്മലും വേണ്ട. നന്നായിട്ട് ചെയ്യും. താങ്ക് യു മിസ്. ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ശീലാവുമ്പോ ഒരു ചമ്മലും ഉണ്ടാവില്ല. ഞാൻ ചെയ്യാൻ പറ്റിയെന്ന് പറയും. ആണോ? അങ്ങനെയല്ല എല്ലാവരും? കുഴപ്പമൊന്നുമില്ലല്ലോ. പേടിയും കാര്യങ്ങളൊക്കെ മാറിയില്ലേ നിങ്ങൾക്ക് കുറച്ച്? നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞല്ലേ. ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ മിസ്? അനിമൽ പ്രോട്ടീൻ എല്ലാവരും ചെയ്തു. ചെയ്തു. വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ആക്ടിവിറ്റി ഒന്ന് വായിച്ചേ. ആരാ വായിക്കാം ഫസ്റ്റ്? നവമി വായിച്ചോ? സ്റ്റാർട്ട് ചെയ്തോളൂ. ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ, സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. First category definition: animal protein derived from animal sources. Vegetable protein derived from plant-based sources. Then second category sources: animal protein, meat, chicken, beef, pork, lamb, fish, eggs, dairy, milk, cheese, yogurt. Okay. Vegetable protein: legumes, beans, lentils, peas, nuts, seeds, soy products like tofu, tempeh, whole grains, quinoa, and oats. Okay. Then advantages of animal protein: complete protein. It contains all essentials amino acids. Then rich in B12, iron, and omega-3, especially in fish. Then supports muscle growth and repair. And then advantages of vegetable protein: high in fiber, antioxidants, and lowering saturated fat, more sustainable and environmentally friendly. Then disadvantages of animal protein: high in saturated fats and cholesterol, can increase heart diseases risk. Then can be expensive. Ethical and environmental concerns, factory farming. Then disadvantages of vegetable protein: may lack certain essential amino acids except for soy and quinoa. Then requires variety for complete protein intake. Some plant proteins contain anti-nutrients which can reduce mineral absorption. നന്നായിട്ട് ചെയ്തിട്ടോ. നല്ല കളറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. Thank you. ഇനി ആരാ വായിക്കുന്നത്? ശ്രുതി. യെസ്. ശ്രുതി. ഞാൻ വായിക്കാം മിസ്. ആതിര വെച്ചോ. Definition of animal proteins:
Animal proteins are complete proteins. That means they contain all the essential amino acids that you need in your diet. Animal products provide the highest quality protein source. Vegetable proteins. Definition of vegetable proteins. Most plant sources of protein are incomplete. However, you can get all the essential amino acids you can need from plant foods as long as you eat a variety of them. Examples are animal proteins, dairy products, poultry, beef, pork, eggs, seafoods. Examples are vegetable proteins, nuts, seeds, whole grains, peas, and beans. Advantages of animal protein. Good source of high quality protein. Contains all 9 essential animal acids. Contain creatine. Higher in vitamin B12 and iron. More protein. Advantages of vegetable protein. High dietary fiber. Contain diverse minerals and phytonutrients. Low at content. Higher in fiber, digestive enzymes, free from cholesterol. Disadvantages of animal protein. Low dietary fiber, higher saturated fat, high cholesterol, increased cholesterol level in human body. No suitable for people who are lactose intolerant. Disadvantages of vegetable protein. Less iron absorption, incomplete protein, limited essential amino acid, may require careful planning, lower bioavailability. അതില് വായിച്ചു കഴിഞ്ഞോ? പെട്ടെന്ന് സിസ്റ്റം ഓഫ് ആയി പോയി. മിസ് കേൾക്കാൻ കേട്ടില്ലായിരുന്നോ? മിസ് കേട്ടില്ല. വായിക്കാം ഒന്നുകൂടെ. ഓക്കെ. ഡെഫിനിഷൻ കേട്ടായിരുന്നോ മിസ്? ഇല്ലടാ, ഒന്നും കേട്ടില്ല. അപ്പോഴേക്കും ഓഫ് ആയി പോയി സിസ്റ്റം. ഓണായുള്ളൂ. Definition of animal protein. Animal proteins are complete proteins. That means they contain all the essential amino acids that you need in your diet. Animal products provide the highest quality protein sources. Vegetable proteins. Most plant sources of protein are incomplete. However, you can get all the essential amino acids you can need from plant foods as long as you eat a variety of them. Examples are animal proteins, dairy products, poultry, beef, pork, eggs, seafoods. Examples are vegetable proteins, nuts, seeds, whole grains, peas and beans. Advantages of animal protein. Good source of high quality protein. Contains all 9 essential animal acids. Contain creatine. Higher in vitamin B12 and iron. More protein. Advantages of vegetable protein. High dietary fiber. Contain diverse minerals and phytonutrients. Low at content. Higher in fiber, digestive enzymes. Free from cholesterol. Disadvantages of animal protein. Low dietary fiber, higher saturated fat, high cholesterol, increased cholesterol level is in human body, no suitable for people who are lactose intolerant. Disadvantages of vegetable protein. Less iron absorption, incomplete protein, limited essential amino acid, may require careful planning, lower bioavailability. Thank you, Miss. നോട്ട്ബുക്കിലാണോ അതില് ചെയ്തത്? ഇത് A4 ഷീറ്റിൽ ചെയ്തേ. A4 ഷീറ്റിലാണ്. ഫയൽ ചെയ്ത് വെക്കണം കേട്ടോ. കളഞ്ഞു പോവരുത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നോട്ടില് നവമി ചെയ്തില്ലേ ഇതുപോലെ ഒന്ന് ചെയ്ത് ഇല്ല, ഇത് ഫയലിൽ സൂക്ഷിച്ച് വെക്കുന്നേ. സൂക്ഷിച്ചു വെച്ചാൽ മതി. ഞാനാ ഞാൻ പറയട്ടെ. പറഞ്ഞു രമ്യ. Animal protein definition.
Animal protein is a term used to describe the protein obtained from the animal tissues, which provides the necessary building blocks for growth, maintenance, and repairs of body tissues. Vegetable protein. Definition: it refers to the protein content derived from the plant-based sources, excluding animal-derived proteins. Animal protein examples: eggs, chicken, pork, duck. Vegetable protein examples: oats, cashews, peanut butter. Animal protein advantages: complete protein source, better absorption, muscle growth and repair, support immune system. Vegetable protein advantages: lower risk of chronic diseases, weight management, improved gut health, cost effective. Animal protein disadvantages: increased chronic diseases, high saturated fat and cholesterol, risk of foodborne illness, may contain antibiotics and hormones. Vegetable protein disadvantages: incomplete protein sources, lower bioavailability, may require combining protein sources, high fiber content. Thank you. നന്നായിട്ട് പറഞ്ഞല്ലോ. ഇനി ആരാ ഒരാളും കൂടി? അപർണ രാഹുൽ. ആരാ പറയാ? ഞാൻ പറയാം മാം. നേരത്തെ വിളിച്ചായിരുന്നു. ശ്രുതി അല്ലേ? ആ yes. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ശ്രുതി ഓക്കെ ഓക്കെ. എങ്ങനെയാണ് മാം ചെയ്തത്? ഓക്കെ കാണാൻ പറ്റില്ല, ക്ലിയർ ആയില്ല കേട്ടോ. നെറ്റിന്റെ Essential part of a balanced diet and provide വായിച്ചോളൂ, മോള് വായിച്ചോളൂ. blocks for growth, repair and maintenance. Body tissues. Examples: egg protein, fish protein, meat protein. Advantages: high quality protein, supports muscle growth and maintenance, support immune function, support bone health. Disadvantages: the definition of vegetable protein. Vegetable proteins are also known as plant-based proteins, are proteins that are derived from plants such as nuts, seeds, whole grains, and soya products. These proteins are an essential part of a healthy diet and provide the building blocks for growth, repair, and maintenance of body tissues. Examples: cereal proteins. Wheat, rice, quinoa, soy protein. Advantages of vegetable protein: lower risk of heart diseases, weight management, reduced risk of chronic diseases, lower greenhouse gas emissions. Disadvantages: lower biodiversity, limited essential. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്കിത കൂടി വായിച്ചിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട്. അങ്കിത. Yes, ma'am. Definition of animal and vegetable protein. Animal protein refers to protein that is derived from animal source such as meat, fish, egg, dairy product, and other animal byproducts. Animal protein is considered a complete protein source, meaning it contains all 9 essential and amino acids that the human body cannot produce on its own. Vegetable protein, also known as plant-based protein, refers to protein that is derived from plant sources such as nuts, seeds, whole grain, and soya products. Vegetable protein can be complete or incomplete protein source depending on the specific plant food. Incomplete protein source can be combined to provide all
Unessential amino acid. Ma'am, sorry ma'am, കുഞ്ഞ് കരയുന്നുണ്ട്. അയ്യോ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ സോറി മാം, ആക്ച്വലി ഫീവർ ഉണ്ട്, അപ്പൊ എനിച്ചു കുഞ്ഞ് എനിച്ചു. എത്ര വയസ്സായി ഇപ്പോ? 3 months മാം. 3 months ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ സോറി മാം. കുഴപ്പമില്ല. ശരി, ഞാൻ വായിക്കട്ടെ മാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആ ഉണ്ണിമേരി ആരാ വായിക്കട്ടെ എന്ന് ചോദിച്ചോട്ടെ. ഉണ്ണിമേരിയാണോ? അതെ 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 മാം. വായിച്ചോളൂ. എനിക്ക് കുറച്ച് കൂടുതലുണ്ട്. Definition of animal protein. Hello, ma'am. വായിച്ചോ സ്റ്റാർട്ട് ചെയ്തോ. Animal proteins are key elements of proper human nutrition. It is no continuous, therefore, that the world most development societies are also the major source of global demand for protein, including meat, dairy, seafood, and their associated products for generation. The socio-economic relationship between growing affluence and charging diets has shaped meat products which companies produced and the way they market them to meet the ever-changing performance need is faithfully by cultural and demographical difference, such as the westernization of consumer diets and urbanization, as well as the variable capacity of child meat and meat product supply and value chain, and the strengthening of food related and food service. പിന്നെ അടുത്തത് definition of vegetable protein. Vegetable protein is protein that come from plant. It can be used in place of animal protein in vegetable and vegan diets, remaining the way we get protein for human consumption is urgent and fundamental product and analog to those of animal organ obtained from plant are contract alternative to help transition to safe, fair, and sustainable agriculture. Learn a little more about the science involved in producing the food. അടുത്തത് മിസ്, ഞാൻ പ്ലാന്റ് വന്നിട്ട് ഇതിങ്ങനെയാണ് എക്സാമ്പിൾ ചെയ്തേക്കുന്നത്. ക്ലിയർ ആയിട്ട് മിസ് കാണിക്കില്ല. ഓക്കെ, ഇത് ക്യാമറ ഒരിത്തിരി മിസ്റ്റേക്കാ. കുഴപ്പമില്ല. Plant based protein: sin, pea, soya, rice, latin, wheat, slimed. Animal based protein: gently albumin, collagen, calcium, silk, whey, proteins, elastin. ഇത് രണ്ടും കൂടെ ചേരുന്നത് opportunity for protein feed appliance. ഇനി vegetable protein, longish proteins, crical proteins, oil seed proteins. അതിൽ ലോഗിൻസ് 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റത്തെ ലീഗ്യൂമ്യൂസ് പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, മഗ്മീൻ പ്രോട്ടീൻ, റെഡ് മർഗ്മീൻ ബീൻ പ്രോട്ടീൻ, കൈൻസ് ബീൻ പ്രോട്ടീൻ, ചിക്പിയ പ്രോട്ടീൻ, ലൂപ്പിൻ പ്രോട്ടീൻ, പിയ പ്രോട്ടീൻ, ക്രിക്കൽ cereal protein, wheat protein, rice protein, corn protein, oil seed protein, sunflower protein, flex seed protein, pandaval protein.
The examples of animal protein and vegetable protein. Vegetable protein, brine coil, spinach, edamame, tofu, tempeh, peas, quinoa, buckwheat, lentils, cashews, almond, peanuts. Animal protein, chicken, beef, prawns, Greek Goya, milk, cheese, sky, wheel, protein, eggs. Advantages of animal protein. Building lean musically, reducing and helping with weight control. Animal proteins are also a good sources of essential amino acid, vitamin, and minerals. Disadvantage of animal protein: increased risk of heart disease, secretly, and cancer. Shocks and cancer. Advantage of vegetable proteins. Plant-based protein have many health benefits, including improved cardiovascular health, weight loss, and building. They are high which in natural, environmentally friendly, and may lower the risk of cancer. Disadvantage of vegetable protein. Plant-based proteins have some protein disadvantages such lower lower visibility and deficiency in creation amino acid. However, plant-based protein also have many health benefits such as lowering the risk of heart disease and some cancers. That's all, Mr. Thank you, Mr. Okay. നന്നായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഉണ്ണിമേരി ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതാക്കിയിട്ട് ഇതാണ് ആനിമൽ പ്രോട്ടീൻ എഴുതാം, പ്ലാന്റ് പ്രോട്ടീൻ എക്സാമ്പിൾ ചെറുതാക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മിസ് പറയുന്നതാണ്. ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്തോണ്ടിരുന്നത് പറഞ്ഞിരുന്നില്ലേ? ഓക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മിനറൽസ്. മിനറൽ സാൾട്ട്സ്. എന്താണ് മിനറൽസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും മിനറൽസ് എന്ന് പറഞ്ഞാൽ? എന്താ മീനിങ്? എന്താ മീനിങ് മിനറൽസ്? ധാതുക്കളാണോ? ഓക്കെ, അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മിനറൽസ് എന്ന് പറഞ്ഞാല് ധാതു ലവണങ്ങൾ. മിനറൽ സാൾട്ട്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. അല്ലെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നല്ല രീതിയിലുള്ള ഒരു ഫങ്ഷനിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ധാതു ലവണങ്ങൾ അത്യാവശ്യമാണ്, ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മിനറൽസിന് വരുന്നത് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ബോഡി നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടിഷ്യൂസ് അല്ലെ, ടിഷ്യൂസ് ഒക്കെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോ എന്താണ് അതൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടാവും ടിഷ്യൂസ്, കലകളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ഈ മിനറൽസ് നമ്മൾ കഴിക്കുന്നത് മൂലം എന്താണ് ശരീരത്തിൽ അത് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ മിനറൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ടിഷ്യൂസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്, അതുപോലെ നല്ല രീതിയിൽ ബോഡി ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും മിനറൽസ്, ധാതുലവണങ്ങള് അത്യാവശ്യമാണ്. ഇനി ഇതൊക്കെയാണ് മിനറൽസിൽ വരുന്നത്. സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് മിനറൽസ് ആർ, എന്തൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ എക്സെട്ര. ഏതൊക്കെയാണ് മിനറൽസ് ആയിട്ട് വരുന്നത്? ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അയൺ, കോപ്പർ. The some
സോഴ്സസ് ആർ ബട്ടർ. ഇനി ഏതിലൊക്കെയാണ് ഈ മിനറൽസ് അടങ്ങിയിരിക്കുന്നത്? ഏതൊക്കെ ഫുഡ്സിലായിരിക്കും? അറിയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയാണ്? ബട്ടർ, മിൽക്ക്, മിൽക്ക് ഉണ്ട്, പിന്നെ എന്തൊക്കെയാ? Cheese. ചീസ് അല്ലേ, ഫിഷ്, എഗ്, മീറ്റ്. ലിവർ. ലിവർ അറിയാലോ, ലിവർ, പൈനാപ്പിൾ, പിന്നെന്താണ്? ഗ്രൗണ്ട് നട്ട്സ്. എന്താ? കടല. കടല, നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി. ഇതിലൊക്കെയാണ് ധാതുലവണങ്ങള് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? മനുഷ്യ ശരീരത്തില് ദിവസവും ധാതുലവണങ്ങള് ആവശ്യമാണ്. മിസ് എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോ എന്താണ്? മിനറൽസ്, ധാതുലവണങ്ങൾ എന്താണ്? മനുഷ്യ ശരീരത്തിന് ദിവസവും ധാതുലവണങ്ങള് ആവശ്യമാണ്. ഈ ധാതുലവണങ്ങൾ കിട്ടാതെ വരുമ്പോ ചില രോഗങ്ങള് നമ്മുടെ ശരീരത്തില് ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അസുഖങ്ങള്. കൈകാലുവേദന. ഗോയിറ്റർ എന്താണെന്ന് അറിയോ? ഗോയിറ്റർ തൈറോയിഡ് കുറവ് മൂലം ഉണ്ടാവും. തൊണ്ടയില് മുഴ ഉണ്ടാവുമല്ലേ? ഒരു പുഴ കഴുത്തില് ഉണ്ടാകുന്ന അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിന്റെ കുറവ് മൂലമല്ലേ ഉണ്ടാവുന്നത്? വിളർച്ച ഉണ്ടാകുന്നുണ്ട്, പിന്നെ വയറിളക്കം. ഇതൊക്കെ എന്താണ്? ധാതുലവണങ്ങള് അത്യാവശ്യത്തിന് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് ലഭിക്കാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. വയറിളക്കം, ഗോയിറ്റർ, കഴുത്തിൽ ഉണ്ടാകുന്ന ഒരു തരം മുഴ, ഇതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വിളർച്ച ഉണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ധാതുലവണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് മിനറൽസിൽ നമ്മൾ പഠിച്ചത് കേട്ടോ. മിനറൽസ് എന്താണ്? ധാതുലവണങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി നല്ല രീതിയിൽ ഫങ്ഷനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ടിഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് മിനറൽസ് അത്യാവശ്യമാണ്. ഓക്കെ ആണോ മിനറൽസ്? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? വൈറ്റമിൻസ് അല്ലേ? അത് നമുക്കറിയാൻ പറ്റുമല്ലോ. മിനറൽസ് ഒക്കെ ആണോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ഡൗട്ട് ഉണ്ടോ മിനറൽസില്? ഇല്ല. ഓക്കെ, വൈറ്റമിൻസ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. എന്താണ്? ആരോഗ്യത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്ത്? വൈറ്റമിൻസ് എന്ന് പറയുന്നത്. They are shown in small quantities in various items. ഇതൊക്കെ എന്താണ്? നമ്മുടെ കഴിക്കുന്ന ഫുഡില് ചെറിയ അളവിലാണ് ഈ വൈറ്റമിൻസ് അല്ലേ? ആണോ? വൈറ്റമിൻസ് രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. വൈറ്റമിൻസ് ആർ 2 types. Fat soluble and water soluble vitamins. ഏതൊക്കെയാണ്? മാർക്ക് ചെയ്ത് വെക്കാൻ. ഏതൊക്കെയാണ്? സൗണ്ട് ക്ലിയർ ആവുന്നില്ല. മിസ് ചിലവര് മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, മ്യൂട്ട് ആക്കാൻ പറയൂ. എല്ലാവരും ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കും കേട്ടോ. മിസ് പറയുന്നത് ക്ലിയർ ആവില്ല അല്ലെങ്കിൽ. ഓക്കെ വൈറ്റമിൻസ് ഒന്ന് ആദ്യം ക്ലിയർ ആണോ മിസ് പറയുന്നത്? ക്ലിയർ ആണ് മാം. ഓക്കെ ആണ് അല്ലെ? അപ്പൊ വൈറ്റമിൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വൈറ്റമിൻസ് രണ്ട് തരത്തിലാണല്ലേ ഉള്ളത്. ഏതൊക്കെയാണ്? ഫാറ്റ് സോളുബിൾ ആൻഡ് വാട്ടർ സോളുബിൾ. എന്താണ്? ഫാറ്റ് അല്ലെ? ഫാറ്റ് സോളുബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പില് ലയിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ആണുള്ളത്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും വാട്ടർ സോളുബിൾ വൈറ്റമിൻസും. ഇനി ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ഫാറ്റ് ആയിട്ട് ബന്ധപ്പെട്ടത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ. വൈറ്റമിൻ എ ഏതിലൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഏതൊക്കെ ഫുഡിലാണ് ഉൾപ്പെടുന്നത് വൈറ്റമിൻ എ? ക്യാരറ്റിലുണ്ടോ? ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്. ഓക്കെ, വെജിറ്റബിൾസ് വിടും. പിന്നെ
പിന്നെ എന്തൊക്കെ പെടും? വൈറ്റമിൻ ഡി സൺലൈറ്റ് അല്ലേ? വൈറ്റമിൻ എ ആണ് മിസ് ചോദിച്ചത്. എ ലീഫ് ഐറ്റംസില് ചിക്കൻ, അതുപോലെ ഫ്രൂട്ട്സ്, അതുപോലെ പറഞ്ഞത് എന്താണ്? ക്യാരറ്റ് ഒക്കെ പറഞ്ഞില്ലേ? വെജിറ്റബിൾസ് വിടും. വാട്ടർമെലൺ, എഗ്, അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ്, ഇതൊക്കെ എന്താണ്? വൈറ്റമിൻ എ ആണ്. ബീഫ്, ചിക്കൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എഗ്, ഡയറി പ്രൊഡക്ട്സ് കേട്ടോ. ഇത്തരം എഴുതിയോ നിങ്ങള്? എഴുതി. ഓക്കെ. ഇനി വൈറ്റമിൻ ഡി എന്തൊക്കെയായിരിക്കും? ഏത് ഫുഡ്സിനൊക്കെ ആയിരിക്കും കിട്ടുന്നത് വൈറ്റമിൻ ഡി? ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത് വൈറ്റമിൻ ഡി? മെയിൻ സോഴ്സ് സൺലൈറ്റ് അല്ലേ? ഫിഷിൽ നിന്നൊക്കെയാണ്. ഏതൊക്കെ ഫിഷിൽ നിന്നാ കിട്ടാം വൈറ്റമിൻ ഡി? സാൽമൺ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സാൽമൺ ഫിഷ്, ഓയിലി ഫിഷ്, മത്തി, അയല, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുക? വൈറ്റമിൻ ഡി. സാൽമൺ, മത്തി, അയല കേട്ടോ. വൈറ്റമിൻ ഇ എന്തിനാ പെടുന്നത്? വൈറ്റമിൻ ഇ ക്യാരറ്റ്, ഇതാണ് ക്യാരറ്റ്, ക്യാരറ്റ് ഉൾപ്പെടോ? വെജിറ്റബിൾസ് വൈറ്റമിൻ എ. വെരി ഗുഡ്. നട്ട്സ്, ഫ്രൂട്ട്സ്, നെല്ലിക്ക, വൈറ്റമിൻ ഇ ഉൾപ്പെടുന്നത് നട്ട്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഓയിൽസ്, ഓയിലിൽ നിന്ന് നമുക്ക് കിട്ടും ഓയിൽ. പിന്നെന്താ? ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾ. ഫ്രൂട്ട്സ് പറഞ്ഞിരുന്നു. ലീഫി വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? സ്പിനാച്ച് അല്ലെ, ക്യാബേജ്, ഇതൊക്കെ എന്താ? ലീഫി വെജിറ്റബിൾ ആണ്. അതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഇ ലഭിക്കുന്നുണ്ട്. ബ്രൊക്കോളി, അതുപോലെ തന്നെ വൈറ്റമിൻ കെ, അതും എങ്ങനെയാണ്? ലീഫി വെജിറ്റബിൾ ആയിരിക്കില്ലേ അല്ലെ? ബ്രൊക്കോളി, ക്യാബേജ്, ചീര, സോയാബീൻ, മുട്ട, ഇതൊക്കെയാണ് വൈറ്റമിൻ കെ വരുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം. വൈറ്റമിൻ കെ വരുന്നത് ബ്രൊക്കോളി, ക്യാബേജ്, ചീര, സോയാബീൻ, മുട്ട. ഇതൊക്കെയാണ് എന്ത്? ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് കേട്ടോ. കൊഴുപ്പില് ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ. ഇനി വാട്ടറില് വാട്ടർ സോളബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാ? വൈറ്റമിൻ ബി, സി. അല്ലേ? ബിയും സിയിൽ ഏതൊക്കെയാ പെടുന്നത്? വൈറ്റമിൻ ബിയിൽ ഏത് വരും? ഫിഷ്, മീറ്റ്, മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്. പിന്നെ ഏതൊക്കെ വരാം? വെജിറ്റബിൾസ് വരും, ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഇതൊക്കെ ഇതിൽ വരുന്നത് വൈറ്റമിൻ ബിയിലാണ് ഉൾപ്പെടുന്നത്. ഇനി വൈറ്റമിൻ സി എന്തെങ്കിലും ഉൾപ്പെടുന്നത് അറിയാൻ പറ്റുമല്ലോ? ലെമൺ, ഓറഞ്ച്, നെല്ലിക്ക, ടൊമാറ്റോ, തക്കാളി. ഓക്കെ. പ്ലംസ് അറിയില്ലേ? അതുപോലെ പേരക്ക, പപ്പായ.
ബ്രൊക്കോളി, ഇതൊക്കെ എന്തിലാ വരുന്നത്? വൈറ്റമിൻ സിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, വൈറ്റമിൻ ബി ഒന്നും കൂടെ പറയോ മിസ്? ബി ഈ പറയുന്നു മീറ്റ്, വൈറ്റമിൻ ബിയിൽ ഉൾപ്പെടുന്നതാണ്. മീറ്റ് ഉണ്ട്, ഫിഷ്, ഡയറി പ്രൊഡക്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ധാന്യങ്ങള്. ഇതൊക്കെയാണ് ഗ്രെയിൻസിൽ വരുന്നത് കേട്ടോ, ധാന്യങ്ങള്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ വൈറ്റമിൻസ്? എല്ലാ വൈറ്റമിൻസും ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷൻസ് എന്ന് പറഞ്ഞാല് പോഷകാഹാരം. പോഷകാഹാരം അല്ലെ? എങ്ങനെയുള്ള പോഷകാഹാരം ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്? എങ്ങനെയുള്ളതാണ്? വളർച്ചയ്ക്ക് എന്താണ് സീനിയർ എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. എല്ലാ വിറ്റാമിൻസും അടങ്ങിയ ഫുഡാണ് കഴിക്കേണ്ടത്. ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം അല്ലെ നമ്മൾ കഴിക്കേണ്ടത്. സമീകൃതാഹാരം കേട്ടിട്ടുണ്ടോ? ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. Nutrition is the process of taking in food and using it for growth, metabolism and repair. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ന്യൂട്രീഷനിൽ വരുന്നത്. എന്താണ് ന്യൂട്രീഷനിൽ അല്ലെ അടങ്ങിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ന്യൂട്രീഷൻസ്? സമീകൃത ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ബോഡി ഡെവലപ്പ് ആകുന്നുണ്ട്, മെറ്റാബോളിസത്തിന് സഹായിക്കുന്നുണ്ട്, അതുപോലെ റിപ്പയർസ് ആയിട്ടുള്ള ടിഷ്യൂസ് കലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട്, അത് ഡെവലപ്മെന്റ് ഉണ്ടാകാനായിട്ട് ഈ ന്യൂട്രീഷൻ ഫുഡ് സഹായിക്കുന്നുണ്ട്. Nutritional support is calculated to meet the nutritional requirements for growth and development, as well as practiced by specialized nutritional requirements for adequate digestion, absorption and metabolism of nutrients. എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള സമീകൃത ആഹാരം അല്ലെ? എല്ലാം കൂടിയും ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്, സമീകൃത ആഹാരം. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താണ് ദഹനം സംഭവിക്കാനായിട്ട്, അതുപോലെ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങള്, ന്യൂട്രീഷൻസ് അല്ലെ, വൈറ്റമിൻസ് എല്ലാം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ന്യൂട്രീഷൻസ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, പ്രോട്ടീൻസ് കിട്ടും, മിനറൽസ് കിട്ടും അല്ലെ? അപ്പോ അങ്ങനെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ മെറ്റാബോളിസം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ന്യൂട്രീഷൻ ഫുഡ് നമ്മളെ സഹായിക്കുന്നു. മനസ്സിലായോ? എന്താണ് ന്യൂട്രീഷൻസ് എന്ന് പറഞ്ഞാല്? പോഷകാഹാരമാണ്. നമ്മൾ കഴിക്കേണ്ടത് സമീകൃത ആഹാരമാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ചെയ്യുന്നതിന്, നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്യുന്നതിന്, മെറ്റാബോളിസം ചെയ്യുന്നതിന്, അത് മെറ്റാബോളിസത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതൊന്നും കൂടി അത് റിപ്പയർ ചെയ്ത് പുതിയതായിട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമീകൃത ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ്, മിനറൽസ്, അങ്ങനെയുള്ള വൈറ്റമിൻസ് എല്ലാം കാര്യങ്ങളും നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല ദഹിക്കാനായിട്ട് ദഹനത്തിന് സഹായിക്കുന്നുണ്ട്, മെറ്റാബോളിസത്തിനും സഹായിക്കുന്നുണ്ട്. ഒക്കെയാണോ പാരഗ്രാഫ്? മനസ്സിലായോ? ഇനി എന്താണ് ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. എന്താണ് പോഷകാഹാരത്തിന്റെ ആവശ്യകതകൾ? എന്തൊക്കെയാണ്? 6 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കിയേ. adequate level of calories required for growth, development and increased metabolic demand.
എന്താ പറയുന്നത്? എന്താ മനസ്സിലായത്? Adequate level of calories required for growth, development and increased metabolic demand. എന്താണ് ഈ സമീകൃതമാണോ അല്ലെ, അല്ലെങ്കിൽ പോഷകാഹാരം കഴിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ ഡെവലപ്മെന്റ് ഉണ്ടാകാനായിട്ട്, മെറ്റാബോളിക് അല്ലെ മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കലോറീസ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ ബോഡി ഗ്രോത്ത് ചെയ്യാനായിട്ട്, ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട്, അതുപോലെ മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കലോറീസ് ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഈ പോഷകാഹാരത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി എന്താണ്? സഫിഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ഈസ് സേഫ് ഫോർ ദ ഏജ് ഓഫ് ദ ചൈൽഡ്. എന്തായിരിക്കും? പറയാൻ പറ്റുമല്ലോ. Sufficient level of proteins that is safe for the age of the child. എന്താണ്? കുട്ടികളുടെ ഏജിനനുസരിച്ച് അവർക്ക് മതിയായ രീതിയിലുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള, സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് ലഭിക്കുന്നത് ഇതിൽ നിന്നാണ്? ഈ പോഷകാഹാരത്തിൽ നിന്നാണ്. മനസ്സിലായോ? കുട്ടികളുടെ ഏജിന് അല്ലെ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പം എന്താണ് അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. കുട്ടികളുടെ ഏജിനനുസരിച്ച് അവരുടെ വളർച്ചയ്ക്ക് എന്തിന് സഹായിക്കുന്നുണ്ട്? പോഷകാഹാരം, സമീകൃത ആഹാരം കഴിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് അവരുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ്? ലെവൽ ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സൂട്ടബിൾ. അപ്പൊ എന്താണ്? ഏജിന്റെ കാര്യം തന്നെയാണ് അല്ലെ ആ പോയിന്റിൽ പറയുന്നത്. ഏജ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പോഷകാഹാരം കഴിക്കുന്നതിലൂടെ കാൽസ്യം, നമ്മുടെ ഏജിനനുസരിച്ചുള്ള നമ്മുടെ ബോഡിക്ക് വേണ്ടതായിട്ടുള്ള കാൽസ്യം, ഫോസ്ഫറസ്, അതുപോലെ വൈറ്റമിൻ ബി, അയൺ ഒക്കെ നമ്മുടെ ഏജിനനുസരിച്ച് ഈ പോഷകാഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. ഇനി എന്താണ്? സഫിഷ്യന്റ് ലെവൽ ഓഫ് അതർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ വൈറ്റമിൻസ് പഠിച്ചു, മിനറൽസ് പഠിച്ചു അല്ലെ. അങ്ങനെയുള്ള വൈറ്റമിൻസ് ഉണ്ട്. മറ്റു വൈറ്റമിൻസും അതുപോലെ ധാതുലവണങ്ങളും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലെവലില് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോഷകാഹാരം സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ്? സഫിഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ഓയിലി ഫിഷ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഓയിലി ഫിഷ് ഒക്കെ എന്താണ്? സാച്ചുറേറ്റഡ് ഫുഡ്സ് ആണ് അല്ലെ. പഠിച്ചാൽ നമ്മള് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അല്ലെ. അപ്പൊ ഓയിലി ഫിഷ് അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ്? omega-3 ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള omega-3 ഗുളികകളൊക്കെ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിലരൊക്കെ കഴിക്കുന്നുണ്ടാവുമല്ലോ omega-3 മീൻ ഗുളികകളൊക്കെ. കഴിക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല, ആരും കഴിക്കുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, ഫിഷ് കഴിക്കാത്ത കാരണേ. കൊടുക്കാറുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രായം അല്ലെ, നമുക്കും കഴിക്കാവുന്നതാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഗുളികകളും ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ omega-3 ഉള്ള ഗുളികകൾ, ഈ ഗുളികകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ധാതുലവണങ്ങള്, മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എന്താണ് ഫാറ്റി ആസിഡ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമീകൃത ആഹാരം നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് പോഷകാഹാരം കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മള് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാലോറീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സമീകൃത ആഹാരം സഹായിക്കുന്നുണ്ട്. പോഷകാഹാരം നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്?
ഏജിനനുസരിച്ച് അല്ലെ, കുട്ടികളുടെ ഏജിനനുസരിച്ച് അവർക്ക് മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് അവരുടെ ബോഡിയിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പോഷകാഹാരം സഹായിക്കുന്നു. അതുപോലെ നമ്മളുടെ ഏജിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ അവർക്ക് നമ്മുടേതായിട്ടുള്ള ഏജിനനുസരിച്ച് ഓരോരുത്തരുടെയും ഏജിനനുസരിച്ച് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ, അതുപോലെ വൈറ്റമിൻ ഡി, ഫോസ്ഫറസ്, കാൽസ്യം ഇവയൊക്കെ ലഭിക്കുന്നതിന് പോഷകാഹാരം സഹായിക്കുന്നു. അതുപോലെ മറ്റു വൈറ്റമിൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ആദലവണങ്ങള് സഫിഷ്യന്റ് ലെവലില് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പോഷകാഹാരം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫാറ്റി ആസിഡ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമാണ്. ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ന്യൂട്രീഷ്യൻസ് പോഷകാഹാരം സഹായിക്കുന്നു. ഓക്കെയാണോ? ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ഓക്കെയാണ്. മിനറൽസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മിനറൽസോ? ഓക്കെ. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനറൽസ് ധാതുലവണങ്ങൾ കേട്ടോ. ധാതുലവണങ്ങള് നമ്മുടെ ശരീരത്തിന്, ഹ്യൂമൻ ബോഡിയില് നല്ല രീതിയിൽ ഫങ്ഷനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ധാതുലവണങ്ങള് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞല്ലോ, ടിഷ്യൂസ് ഒക്കെ റിപ്പയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചില കലകളൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാം. അങ്ങനെയുള്ള കലകളൊക്കെ ഒന്നും കൂടി ബിൽഡപ്പ് ചെയ്യാൻ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മിനറൽസ് സഹായിക്കുന്നുണ്ട്, ധാതുലവണങ്ങള് സഹായിക്കുന്നു. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത്? കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഏതൊക്കെ ഫുഡ്സിലാണ് മിനറൽസ് അടങ്ങിയിരിക്കുന്നത്? ബട്ടർ ഉണ്ട്, മിൽക്ക് ഉണ്ട്, ചീസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, എഗ് ഉണ്ട്, മീറ്റ്, ലിവർ, പൈനാപ്പിള്, ഗ്രൗണ്ട്നട്ട്സ്, കപ്പലണ്ടി, ഇലക്കടല, ഇതിലൊക്കെയാണ് ഈ മിനറൽസ് ധാതുലവണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന് മിനറൽസ് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഗോയിറ്റർ, വയറിളക്കം, അതുപോലെ തന്നെ പിളർച്ച, ഇവയൊക്കെ സംഭവിക്കാം. ഒക്കെയാണോ? ഇത്തരം കാര്യങ്ങളാണ് മിനറൽസ് പറഞ്ഞത് കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ്സോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനം. ഓക്കെ. ആരാ സൈൻ എന്ന് പറയുന്നത്? ഞാനാ മാം. നൂറ പറഞ്ഞോളൂ. Thank you, ma'am. As we come to the end of today's class section, I would like to thank you for your guidance. We discussed about minerals, mineral salt, vitamins, and about nutrition. We must follow balanced diet. It helps for adequate digestion, absorption, and metabolism of nutrients. Thank you, ma'am. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, മാം. താങ്ക് യു, മിസ്.